നമസ്കാരം. മട്ടൻ ബിരിയാണി പ്രസാദമായി കൊടുക്കുന്ന ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് ക്ഷേത്രങ്ങളിൽ നിന്നും പലതരത്തിലുള്ള പ്രസാദങ്ങൾ കിട്ടാറുണ്ട് അല്ലേ? പാൽപ്പായസം, ശർക്കര ചേർത്ത പായസം, പൊങ്കൽ പായസം, ഉണ്ണിയപ്പം, വെണ്ണ, പഞ്ചാമൃതം, അരവണ, മണ്ടപ്പുട്ട്, ഉണക്കമീൻ, മഞ്ച് ചോക്ലേറ്റ്സ്, കള്ള്. ഇനി നമുക്ക് തുടക്കത്തിൽ പറഞ്ഞ മട്ടൻ ബിരിയാണി പ്രസാദമായി കൊടുക്കുന്ന ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ നോക്കാം. തമിഴ്നാട് മധുരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ മുനിയാണ്ടിയുടെ പേരിൽ മുനിയാണ്ടി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഒരു പടി മുന്നിൽ നിൽക്കുന്ന മുനിയാണ്ടി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങൾ നടക്കും എന്നാണ് ഭക്തരുടെ വിശ്വാസം. എല്ലാ വർഷവും ജനുവരി മാസത്തിൽ നടക്കുന്ന ഉത്സവ ആഘോഷത്തിന്റെ ഭാഗമായാണ് ബിരിയാണി വിളമ്പുന്നത്. കഴിഞ്ഞ 84 വർഷം തുടർച്ചയായി ഇവിടെ ഉത്സവ ആഘോഷം നടത്തുന്നു. പ്രസാദമായി ബിരിയാണിയെ വിളമ്പുന്നു. മട്ടൻ ബിരിയാണി പ്രസാദം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൽ ഒരു ദിവസം അവിടെ എത്തുന്ന എല്ലാവർക്കും ഒരു വ്യത്യാസവുമില്ലാതെ മട്ടൻ ബിരിയാണി വിളമ്പും. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഈ ഒരു ബിരിയാണി പ്രസാദം തന്നെയാണ്. സാധാരണ നമ്മളൊക്കെ പള്ളികളിൽ നിന്നുമാണല്ലോ അല്ലേ പ്രസാദമായി ബിരിയാണി കഴിക്കുന്നത്. മുനിയാണ്ടി ക്ഷേത്രത്തിലെ ബിരിയാണിക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആരാധകരുണ്ട്. ഏറ്റവും പുതിയ കണക്കിൽ കഴിഞ്ഞ ഉത്സവത്തിന് 1800 കിലോ അരിയും 200 ആടുകളെയുമാണ് ബിരിയാണി ഉണ്ടാക്കാനായി ഉപയോഗിച്ചത്. നാട്ടുകാരിൽ നിന്നും പിരിക്കുന്ന പണം മാത്രമല്ല, പ്രശസ്തരായ ഹോട്ടൽ ബിസിനസ്സുകാരും പ്രസാദം തയ്യാറാക്കുവാനായി അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്യും. എല്ലാ വർഷവും ജനുവരി മാസത്തിൽ നടക്കുന്ന ഉത്സവ ആഘോഷത്തിൻ്റെ ഭാഗമായാണ് ബിരിയാണി വിളമ്പുന്നത്. മുനിയാണ്ടി ക്ഷേത്രത്തിൽ പ്രസാദമായി ബിരിയാണി നൽകുന്നതിന് പിന്നിൽ ഒരു കഥയുമുണ്ട്. 1937 ഇവിടെ ഗ്രാമത്തിൽ ഗുരുസ്വാമി നായിഡു ഹോട്ടൽ ബിസിനസ് തുടങ്ങുകയുണ്ടായി. ഗുരുസ്വാമി നായിഡു പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ബിസിനസ് വളർന്ന് ഒരു വലിയ സംരംഭമായി മാറുകയും ചെയ്തു. എല്ലാം ഈ ക്ഷേത്രത്തിലെ മുനിയാണ്ടിയുടെ അനുഗ്രഹമാണെന്ന് വിശ്വസിച്ച അയാൾ സുഹൃത്തായ സുന്ദർ റെഡ്ഡിയരുമായി ചേർന്ന് കല്ലിഗുഡിയിലും വിരുദുനഗറിലും ഓരോ ഹോട്ടലുകൾ കൂടി തുറന്നു. എല്ലാം ഒരു വിജയമായി മാറിയതോടെ ഗ്രാമത്തിലുള്ള വേറെ കുറേ ആളുകളും ഇവരുടെ മാതൃക പിന്തുടർന്ന് ഹോട്ടലുകൾ ആരംഭിച്ചു. എല്ലാം വലിയ വിജയമായി തീരുകയും ചെയ്തു. ഇതിൽ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഹോട്ടലുകളുടെയും പേര് മുനിയാണ്ടി ഹോട്ടൽ എന്ന് തന്നെയാണ്. ദക്ഷിണേന്ത്യയിൽ മാത്രമായി 1500-ലധികം മുനിയാണ്ടി ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മട്ടന്റെ വിവിധ രുചികൾ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ മുനിയാണ്ടി ഹോട്ടലുകൾ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. ആന്ധ്രാപ്രദേശിലും കർണാടകയിലും പുതുച്ചേരിയിലും ഇതേ രുചികൾ വിളമ്പുന്ന മുനിയാണ്ടി ഹോട്ടലുകൾ ധാരാളം കാണുവാനും സാധിക്കും. ഉത്സവത്തിന്റെ നാളുകളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരും ക്ഷേത്രത്തിലെത്തും. ഓരോ വർഷവും കേട്ടറിഞ്ഞെത്തുന്നവരുടെ എണ്ണവും കൂടുകയാണ്. ഏകദേശം 8000-ലധികം ആളുകൾ ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്നു എന്നാണ് കണക്ക്. ഉത്സവത്തിനായി ഹോട്ടൽ ഉടമകൾ തങ്ങളുടെ വരുമാനത്തിൽ നിന്നും ചെറുതല്ലാത്ത ഒരു പങ്ക് നീക്കിവെക്കുകയും ചെയ്യും. ഉത്സവ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന തിരക്ക് കാരണം മണിക്കൂറുകളോളം ക്യൂ നിന്ന് മാത്രമേ മട്ടൻ ബിരിയാണി പ്രസാദം സ്വീകരിക്കുവാനും സാധിക്കൂ. മുനിയാണ്ടി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ മുനിയാണ്ടിയുടെ അനുഗ്രഹമാണ് എല്ലാ വിജയങ്ങൾക്കും കാരണമെന്ന് വിശ്വസിച്ച ഗുരുസ്വാമി നായിഡു ആണ് പ്രസാദമായി ക്ഷേത്രത്തിൽ ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചത്. മധുരയിൽ നിന്നും 45 കിലോമീറ്റർ അകലെ വടക്കംപെട്ടി എന്ന ഗ്രാമത്തിലാണ് മുനിയാണ്ടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മധുരയിൽ നിന്നും ഇവിടേക്ക് ബസ്സുകളും ലഭ്യമാണ്. വിരുദുനഗറിൽ നിന്നും വടക്കംപെട്ടിയിലേക്ക് 20 കിലോമീറ്റർ ദൂരമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങൾ നടക്കും എന്നാണ് ഭക്തരുടെ വിശ്വാസം. എല്ലാ വർഷവും ജനുവരി മാസത്തിലെ അവസാന വ്യാഴം തുടങ്ങി 3 ദിവസങ്ങളിലാണ് ഉത്സവം നടക്കുന്നത്. ക്ഷേത്രത്തിൽ പ്രസാദമായി ബിരിയാണി കൊടുക്കുന്നുവെന്ന് കേട്ടറിഞ്ഞ് ഓരോ വർഷവും എത്തുന്നവരുടെ എണ്ണവും കൂടുകയാണ്. ഓരോ വർഷവും ക്ഷേത്രത്തിൽ എത്തുന്നവരുടെ എണ്ണം കൂടുകയാണെന്നും പറഞ്ഞല്ലോ. ഇതിപ്പോൾ ജനുവരി മാസമാണല്ലോ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെത്തി ആഗ്രഹങ്ങൾ നടക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം, ഉത്സവവും കാണാം, അതോടൊപ്പം മട്ടൻ ബിരിയാണി പ്രസാദം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായും കൂടി ഷെയർ ചെയ്യുക. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായി മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. ന്യൂസ്കോം എന്ന നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിന് പുറമെ നമുക്ക് ന്യൂസ്കോം എന്നൊരു ആപ്പ് കൂടിയുണ്ട്. അപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ന്യൂസ്കോം യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ ഇനിയും നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നന്ദി, നമസ്കാരം.